നമസ്കാരം, ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. നിങ്ങളിൽ ആരെങ്കിലും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാതെ മുങ്ങിയവരാണോ? ക്രെഡിറ്റ് കാർഡ് പണം പരമാവധി ഉപയോഗിച്ചിട്ട് ഗൾഫ് നാടുകളിൽ നിന്നും നാട് കടന്നവരാണോ? എങ്കിൽ സൂക്ഷിക്കുക, നിങ്ങളുടൻ പോലീസ് പിടിയിലാകും. ഇത്തരം പണം തട്ടിപ്പുകളിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഊർജിതമായ അന്വേഷണത്തിനും കടുത്ത നിയമ നടപടികൾക്കും ഉത്തരവിട്ട് കഴിഞ്ഞു. കേരളത്തിൽ നിന്നുള്ള പ്രവാസികളാണ് ഗൾഫ് നാടുകളിലെ വിവിധ ബാങ്കുകളിൽ നിന്നും ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാതെ മുങ്ങിയിരിക്കുന്നത്. കുവൈത്ത് എന്ന രാജ്യത്തിലെ വിവിധ ബാങ്കുകളിൽ നിന്നും മാത്രം വായ്പ എടുത്ത് തിരിച്ചടയ്ക്കാത്തവരുടെ എണ്ണം 1425. ഇതെല്ലാം മലയാളികൾ മാത്രമാണ്. ഇവരുടെ എല്ലാം വിവരങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ശേഖരിച്ചു കഴിഞ്ഞു. 700 കോടി രൂപയാണ് വായ്പ ഇനത്തിൽ മലയാളികൾ കൈക്കലാക്കി മുങ്ങിയിരിക്കുന്നത്. കുവൈറ്റിലെ ബാങ്കുകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയ പരാതികൾ വളരെ ഗൗരവത്തോടെയാണ് കേന്ദ്രം പരിഗണിച്ചിരിക്കുന്നത്. അടുത്ത ആഴ്ചയോടുകൂടി കേരളത്തിൽ നേരിട്ടെത്തുന്ന ബാങ്ക് അധികൃതർ ബാക്കി നൽകാനുള്ള വിവരങ്ങളും തുടർ പരാതികളും സമർപ്പിക്കും. കോവിഡ് കാലത്താണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും കോടിക്കണക്കിന് രൂപ വായ്പ എടുത്ത് തിരിച്ചടയ്ക്കാൻ സാധിക്കാതെ നൂറുകണക്കിന് മലയാളികൾ നാടുകടന്നത്. പലരും വൻ സാമ്പത്തിക പ്രതിസന്ധിയിൽ പെട്ടതാണ് പണം തിരിച്ചടയ്ക്കാൻ സാധിക്കാതെ വന്ന കാരണം. വെറുതെ കിട്ടുന്ന പണമല്ലേ, ഇനി അധ്വാനിക്കാതെ ഇതുകൊണ്ട് സസുഖം ജീവിക്കാമെന്ന് പ്ലാൻ ചെയ്ത് ലോൺ എടുത്തും ക്രെഡിറ്റ് കാർഡ് 100% ഉപയോഗിച്ചും ഒരു തവണത്തെ തിരിച്ചടവ് പോലും നൽകാതെ മുങ്ങിയവരും കുറവല്ല. സ്വന്തം നാട്ടിലെത്തപ്പെട്ടാൽ പിന്നെ പ്രശ്നമില്ല, പണം തിരിച്ചടക്കേണ്ടതില്ല എന്ന് കരുതിയവരാണിപ്പോൾ പിടിയിലാകാൻ പോകുന്നത്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ശക്തമായ ഇടപെടലുകൾ ഇത്തരം സാമ്പത്തിക തട്ടിപ്പുകാരെ മുഴുവൻ ശിക്ഷാ നടപടിയിലേക്ക് എത്തിക്കുന്നതാണ്. വായ്പ എടുത്ത് മുങ്ങിയവരുടെ എല്ലാ വിവരങ്ങളും ബാങ്കുകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറുകയും കേരളത്തിലെ ഇവരുടെ ശരിയായ വിവരങ്ങൾ മന്ത്രാലയം ശേഖരിക്കുകയും ചെയ്ത ശേഷം തുടർ നിയമ നടപടികളിലേക്ക് നീങ്ങും. എടുത്ത പണം തിരിച്ചടയ്ക്കാത്തത് സാമ്പത്തിക കുറ്റകൃത്യം തന്നെയാണ്. ഒന്നുകിൽ പലിശ സഹിതം പണം തിരിച്ചടയ്ക്കുക, അതല്ലെങ്കിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുക. പ്രവാസത്തിലെ വലിയ സ്വർണ്ണ വ്യവസായിയായിരുന്ന അറ്റ്ലസ് രാമചന്ദ്രന്റെ അനുഭവങ്ങൾ നമുക്കറിയാവുന്നതാണ്. വാർദ്ധക്യത്തിൽ എത്ര വർഷമാണ് സാമ്പത്തിക ക്രമക്കേടിന്റെ പേരിൽ അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി പോലും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഗൾഫ് നാട്ടിലെ ഏറ്റവും വലിയ വ്യവസായികളിൽ ഒരാളായിരുന്നു UAE എക്സ്ചേഞ്ച് MD BR ഷെട്ടി. 31 രാജ്യങ്ങളിലായി നൂറുകണക്കിന് പണമിടപാട് സ്ഥാപനങ്ങൾ, 8 രാജ്യങ്ങളിൽ നക്ഷത്ര സൗകര്യങ്ങളുള്ള നിരവധി ആശുപത്രികൾ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വ്യവസായികളിൽ പ്രമുഖൻ. ഓഹരി വിപണിയിലെ തട്ടിപ്പിനെ തുടർന്ന് ചീട്ടുകൊട്ടാരം പോലെയാണ് BR ഷെട്ടിയുടെ വ്യവസായ സ്ഥാപനങ്ങൾ തകർന്ന് തരിപ്പണമായത്. ഗൾഫ് രാജ്യങ്ങളിലെ വിവിധ ബാങ്കുകളിൽ അദ്ദേഹം തിരികെ അടയ്ക്കുവാനുള്ള തുക 50,000 കോടി രൂപയ്ക്ക് മുകളിലാണ്. വായ്പ എടുത്ത് തിരിച്ചടയ്ക്കാതെ നാട്ടിലെത്തിയാൽ തുടർന്നങ്ങോട്ട് നിയമ നടപടികളൊന്നും നേരിടേണ്ടി വരില്ല എന്നത് വെറുമൊരു വിഡ്ഢി ചിന്തയാണ്. നമ്മുടെ നാട്ടിലെ ബാങ്കുകളിൽ നിന്നും വായ്പ എടുത്ത തുകയിൽ ഒരു 100 രൂപ അടയ്ക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ജപ്തി നോട്ടീസ് വീട്ടിൽ പതിക്കുന്ന നിയമമുള്ള നാട്ടിൽ മറ്റു രാജ്യങ്ങളിൽ പോയി ബാങ്കുകളിൽ നിന്നും കോടിക്കണക്കിന് രൂപയുമായി മുങ്ങി സ്വന്തം രാജ്യത്ത് നിയമത്തെ കബളിപ്പിച്ച് സസുഖം കഴിയാമെന്നുള്ളത് എന്തൊരു വലിയ കുബുദ്ധി ചിന്തയാണ്. വിദേശ രാജ്യങ്ങളുമായുള്ള നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക കരാറും ഗൾഫ് രാജ്യങ്ങളുമായുള്ള ഊഷ്മള ബന്ധവുമൊക്കെ ശക്തമായ നിയമ നടപടികളിലേക്ക് കടക്കുവാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് മുകളിൽ സമ്മർദ്ദം ഉണ്ടാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങളിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തി കേരളത്തിൽ എത്തി മുങ്ങി നടക്കുന്ന മലയാളികൾ വിദൂരമല്ലാതെ കടുത്ത നിയമ നടപടികൾ നേരിടേണ്ടി വരും. പോലീസ് പിടിയിലാകും.